കുറച്ച് ദിവസമായിട്ട് ഇവിടെ ആരും കണ്ടില്ലല്ലോ. സൈറ്റിനെ ഒഴിവാക്കാനായിട്ട് ശ്രമം നടത്തി നോക്കിയതാ. ആളെ കൂട്ടുന്നുണ്ടേ, പക്ഷെ നടക്കൂല. മക്കളെ റെഡി അല്ലേ? ആ സൈത്തേ വേമാടാ, ഏട്ടൻ എത്തിയടാ. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം മനസ്സിലാച്ചാൽ കേട്ടോ. കളി ഇല്ലാന്നുള്ള വിവരം പറയാൻ നോക്കിയപ്പോഴാ ഈ ഗ്രൂപ്പിലില്ലാത്ത കാര്യം ഓർത്ത്. എടാ വായുവിനാ ക്രിക്കറ്റ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യ്. വായുതേ ഈ നമ്പർ പറയും. 994747 683 006. വാഹിദ് നമ്മൾ ഓൾഡ് ഫ്രണ്ട്സിന്റെ നാടൻ ഗ്രൂപ്പ് അന്ന് ഇറങ്ങിപ്പോയതല്ലേ. മിഥുൻ എന്തോ പാർട്ടിനെ കളിയാക്കി പോസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞിട്ട് അതിലും ആഡ് ചെയ്യാം. ഓനെ കളിക്കാൻ കൂട്ടല്ലേ, പറഞ്ഞോട്ട്. ആ കളി എന്താ ഇവിടെ? ആഹാ യൂറോ ഒപ്പിച്ചണല്ലോ. അല്ലെങ്കിൽ സന്ദീപാണല്ലോ ഈ കളി കണ്ടുപിടിച്ച് ഇന്നവന് കിട്ടാ. ഞാനുണ്ട് ഒരു ടീമില്. നീയേ ആദ്യം വീട്ടിൽ പോയി കുളിച്ച് റെസ്റ്റ് എടുക്ക്. നീ എവിടുന്നാ വരുന്നത് നിനക്ക് അറിയില്ല. അതിന് എനിക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ലടോ. സാനിറ്റൈസറിൽ കുളിച്ചിട്ടില്ല എന്നുള്ളൂ. സേഫ്റ്റി പ്രിക്കോഷൻസ് കറക്റ്റ് ആയിട്ട് എടുക്കുന്നതാ. ഒരു സേഫ്റ്റി ആ ഇന്നേതായാലും ഇല്ല. നാളെ മുതൽ എന്തായാലും ഞാനുണ്ടാവും. അനി ഹോസ്പിറ്റലിൽ നിന്നാ വരുന്നെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ നിന്നല്ല വരുന്നത്. എടാ ഓൻ ഫ്ലോർ സൂപ്പർവൈസർ, ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റാ. അതല്ലേലോ ഓന് ഞാൻ എങ്ങനെയാടാ ഒരേ മാതിരി വന്നത്? ടീം ഇടാൻ നോക്ക്. നാട്ടുകാർക്ക് വേസ്റ്റ് ഇടാനുള്ള സ്ഥലമാക്കി മാറ്റാൻ ഞാൻ സമ്മതിക്കൂല. നിങ്ങളാണെങ്കിൽ സമ്മതിക്കുമോ? ഈ കവറിനുള്ളിലെ മരുന്ന് ഷീട്ടില് മീനാക്ഷി എന്നുള്ള ആള് ആന്റെ അമ്മയല്ലേ അഭിലാഷേ? മീനാക്ഷിന്റെ അമ്മയാന്ന് നിങ്ങൾക്ക് എന്താ ഉറപ്പ്? അങ്ങനൊന്നും പറയല്ല അഭിലാഷേ. ഈ മരുന്ന് ഷീറ്റിന് വലിയ തെളിവെന്താ എനിക്ക് വേണ്ടേ? ഇതെന്നെ കൊണ്ട് ഞാൻ വീട്ടിൽ കിടപ്പിക്കും. അതിന് നിങ്ങൾ ലേശം പുളിക്കൂ. നിങ്ങൾ കുറച്ച് ബൂർഷകൾ ഉള്ള പറമ്പെല്ലാം കെട്ടിപ്പിടിച്ചിരുന്നിട്ട് ഇവിടെ നാട്ടുകാർക്ക് വീട് വെക്കാൻ പറമ്പില്ലാതെ കടന്ന് കഷ്ടപ്പെടുക. എന്നിട്ട് പഴയ ഓരോ തഴവിന്റെ കഥയും പറഞ്ഞ് നടക്കും. നിന്റെ പറമ്പൊക്കെ ഞാൻ പഠിപ്പിക്കണ്ട. വീട്ട് ബഷീർക്ക എന്തെന്നായത്? ഉള്ള കാലം ആളുകളെ കൊണ്ട് നല്ല ഉറപ്പിച്ച് എത്രയും പെട്ടെന്ന് മരിച്ചു പോയിക്കൂടെ? അല്ല കുറച്ചാണ് ഇവിടെ ജീവിച്ചൂടെ നിങ്ങൾക്ക്? ഇപ്പം വാഹിദിൻ്റെ കാര്യം തന്നെ പറയാം. ഈ ഗ്രൗണ്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലും വാഹിദിൻ്റെ വാക്കാണ് അവസാന വാക്ക്. എന്തുകൊണ്ടാ ഓനൊരു ഗുഡ് മുസ്ലിമാണ്. അതാണ് എൻ്റെ കാരണം. ബഷീർക്ക ഈ വേസ്റ്റ് ഞാൻ ഏറ്റെടുത്ത്. ഇപ്പൊ പ്രശ്നം തീർന്നില്ല. ഇത് ഓൻ്റെ വീട്ടിലല്ല. നിനക്കെന്തിനത്? എനിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട്. പ്രശ്നം തീർന്നില്ലേ? ഞാൻ പോട്ടെ. എന്നാ ഓരോ ചവറ് കേസ്. പ്രശ്നം തീർന്നല്ലേ ബഷീർക്ക? ഒരു ബൗസര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മളല്ലേ കുറച്ചൊക്കെ കണ്ണടക്കേണ്ടത് ബഷീർക്ക. അതെന്തിനാ കണ്ണടക്കണത്? എന്റെ പറമ്പിൽ നാട്ടുകാർ വേസ്റ്റ് ആണെങ്കിൽ ഞാൻ കണ്ണടക്ക്. ഈ എവിടുത്തെ കാരണോ? കണ്ണടച്ചാലും മണമില്ലാതാവുന്നില്ലല്ലോ. ഇങ്ങനെ എടുത്തു ചാടാതെ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാലോ. എടുത്തിയാടുക ഞാൻ കിണറൊന്ന് പോയി നോക്ക്. അത് ഫുള്ള് വേസ്റ്റാ. വേസ്റ്റ് ഇടരുത് ഞാൻ പോസ്റ്റർ വരെ എഴുതി ഒട്ടിച്ചാ. എന്നിട്ട് ഇപ്പം എന്തായത്? എടുത്തിയാടെ അത്രേ. വായുതേ നിനക്കൊരു പ്രത്യേക ഉത്കണ്ഠയാണ്. ഈ ഉത്കണ്ഠ വെച്ചിട്ട് ജീവിതത്തിൽ പോട്ടെ. ഗ്രൗണ്ടിൽ എങ്ങനെ അതിജീവിക്കുക എനിക്ക് മനസ്സിലാവണല്ലോ. എൻ്റെയും എന്നെപ്പോലുള്ളൊരു ഉത്കണ്ഠയാണ് മതേതര ഇന്ത്യയെ താങ്ങി നിർത്തുന്നത്. വായുതേ നിനക്കെന്ത് പറ്റി? ഇനിയിപ്പോൾ ബോളെങ്ങാനും തലയിൽ. എൻ്റെ ഈ ഗ്രൗണ്ടിലെ കളിക്കടിയിലുള്ള ഒച്ചയും ബഹളവും രോഷാകുലനായ മുസ്ലിം യുവാവ് എന്നുള്ള തലക്കെട്ടോടു കൂടി വാട്സപ്പ് വഴി പുറത്തു പോയാൽ ഇതൊരു കളിയാണ്, ഈ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്നൊക്കെ സ്ഥാപിച്ചെടുക്കല് അത്ര എളുപ്പമെന്ന് ചെയ്യരുതെന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളെപ്പോലത്തവർക്കുള്ളതാ പറഞ്ഞു പേരിപ്പിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് വരുത്തി തീർക്കല്. പറഞ്ഞു പേരിപ്പിക്കലല്ലേ? പറഞ്ഞു പേരിപ്പിക്കല്. വായുതേ നീ പോയി കളിച്ചോ. വാ.